ഇത്രയുമൊക്കെ അനുഭവിച്ചിട്ടും ഞാൻ മരിച്ചില്ല. ജീവിതം വഴിമുട്ടിയെന്ന് തോന്നുന്നവർ ഈ വീഡിയോ കാണുക. ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ ആളെന്നോട് മോശമായിട്ട് പെരുമാറി. കാരണം അത് പെൺകുഞ്ഞാണോ ആൺകുട്ടിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിൽ കൊച്ചുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും കുറെ ഉപദ്രവിക്കും. തിളപ്പിച്ച വെള്ളം ഒഴിക്കുക, വയറുമൊളിക്ക്, അങ്ങനെയൊക്കെ ചെയ്യും. ബ്ലേഡ് കൊണ്ട് മുറിക്കുക, ബ്ലേഡ് കൊണ്ട് ധാരാളം മുറിക്കും. മുറിച്ച് കഴിഞ്ഞിട്ട് ആള് നക്കും. വീട്ടുകാരും സപ്പോർട്ടാണ്, കാരണം അമ്മേനെ ഒരുപാട് കഴിഞ്ഞതാ. ഈ മോക്ക് എത്ര വയസ്സുള്ളപ്പോൾ ഇയാൾ മോളെ ഉപദ്രവിക്കുന്നത്? 1 മാസമുള്ളപ്പോ തുടങ്ങി 3 വയസ്സ് വരെ എന്റെ മോള് ഉപദ്രവിച്ചു. രാത്രിയാകുമ്പോ ക്ലോറോഫോം എന്തെങ്കിലുമൊക്കെ മൂക്കിലേക്ക് എത്തിക്കും. എന്നെ ബോധം കെടുത്തിട്ട് കട്ടൻ കൊടുക്കും. കയറോ എന്തെങ്കിലും തുണിയോ ഷാളോ അങ്ങനെ കെട്ടിയിട്ട് എന്നെ കടുത്തിട്ടിട്ട് കൊച്ചിനെ ഉപദ്രവിച്ചു. 3-4 തവണ കൊച്ചിനെ ഉപദ്രവിച്ചു ശരീരമായിട്ട്. 8 മാസമുള്ളപ്പോ കൊച്ചിന് ബ്ലീഡിങ് വന്നു. എന്റെ മോളെ തിളപ്പിച്ച വെള്ളത്തിൽ മുക്കി. ഞാൻ ഓടിച്ചെന്ന് എന്റെ ഒരു 8 മാസമുള്ള കുഞ്ഞിനെ എന്ത് ചെയ്യാൻ? അവർ തിളപ്പിച്ച വെള്ളം കൊടുത്ത് കൊച്ചിന് മഞ്ഞയാണ് ഇത് മാറണമെങ്കിൽ കട്ടും മേടിച്ചിട്ട് അടിക്കും, ഒലക്കൊണ്ട് അടിക്കും. എന്റെ ചടലും അടിക്കും, കാലും അടിക്കും. എന്റെ കാലുകൊണ്ട് എടുക്കാൻ പാടില്ല, തലയും അടിക്കും. എന്റെ കൊച്ചിനെ അടിക്കും. ജീവിത പ്രതിസന്ധികളിൽ വഴിമുട്ടി പ്രതീക്ഷകൾ തകർന്ന് ഒരു ദുർബല നിമിഷത്തിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചു കളയാം എന്ന് നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവാം. ആ ചിന്തകളെ അതിജീവിച്ച് അത്തരം പ്രതിസന്ധികളെ ധീരമായി തരണം ചെയ്ത നിരവധി ആളുകളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അങ്ങ് മരിച്ചു കളയാം എന്ന് ചിന്തിക്കുന്ന എല്ലാവരും ഓർക്കുന്നത് എന്റെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ്. ജീവിക്കുവാൻ മാർഗമില്ലാതെ ഷൈനി മക്കളുമൊത്ത് ജീവിതം അവസാനിപ്പിച്ചപ്പോൾ അതിന് തൊട്ടേ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു മരണവാർത്ത കൂടി കേട്ടു. ലോകമറിയപ്പെടുന്ന റീനൽ ട്രാൻസ്പ്ലാന്റ് സർജനായ ഡോക്ടർ ജോർജ് പി എബ്രഹാം തൂങ്ങി മരിച്ചു. തനിക്ക് 74-ാം വയസ്സിലും സർജറി പഴയതുപോലെ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്താണ് അദ്ദേഹം ജീവനൊടുക്കിയത് എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ഞങ്ങൾ ഇന്നലെ മുതൽ ഞങ്ങൾ ജീവിച്ചു കാണിക്കും എന്നൊരു പങ്ക്തി ആരംഭിക്കുവാൻ കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട, എന്നെ കൊണ്ട് ഇനി മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന് കരുതി എല്ലാം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും ഒരു പ്രത്യാശ പകരുക എന്ന ലക്ഷ്യത്തോടെയാണ്. നമ്മേക്കായാലും ദുരിതമനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ ചുറ്റും ധാരാളമുണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടുന്നത്. ഈ ഭൂമിയിലുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്നും ഓരോ പ്രശ്നങ്ങൾക്കും ഒന്നല്ല 100 കണക്കിന് പ്രതിവിധികളും ഓൾട്ടർനേറ്റീവ്സും ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. അപ്രകാരമുള്ള അനുഭവ സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ ഈ പങ്ക്തിയിൽ നൽകുന്നത്. തൃശ്ശൂരിൽ നിന്നും സിജി എന്ന സഹോദരി എന്നെ വിളിച്ചത് കേൾക്കുക. മയക്കുമരുന്നിനടിമയും സാഡിസ്റ്റുമായ ഭർത്താവ്, ശരീരഭാഗങ്ങളിൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് ആ ചോര കുടിച്ച് ആനന്ദിക്കുന്നവൻ, ഏതാനും മാസങ്ങൾ പ്രായമായ സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞിനെ കാമപൂർത്തീകരണത്തിന് ഉപയോഗിച്ച നരാധമൻ, അവിടെ നിന്നും രക്ഷപ്പെട്ട് ഞാൻ എൻ്റെ മകളെ അന്തസ്സായി വളർത്തും, ഞാൻ മരിക്കില്ല, ജീവിച്ചു കാണിക്കും എന്ന ഇച്ഛാശക്തിയോടെ ജീവിക്കുന്ന സിജിയുടെ അനുഭവം കേട്ടിട്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഇത്രയും ദുരിതമുണ്ടോ എന്ന്. സ്വയം ഒടുങ്ങണോ അതോ ജീവിച്ചു കാണിക്കണോ എന്ന്. അവസരങ്ങളുടെ ഘോഷയാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുക. പക്ഷേ അത് തിരിച്ചറിയുവാനുള്ള, അത് കാണുവാനുള്ള ആ കണ്ണ് നമുക്കുണ്ടാവണം. അത്തരമൊരു അകക്കണ്ണ് തുറക്കുവാനുള്ള മാർഗങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും. ഞങ്ങൾ ഒപ്പമുണ്ട്, നമ്മൾ ജീവിച്ചു കാണിക്കും. അതാവട്ടെ നമ്മുടെ മന്ത്രം. ഉരുവിട്ടുകൊണ്ടേയിരിക്കുക, ഞങ്ങൾ ജീവിച്ചു കാണിക്കും. എന്റെ വീട് തൃശ്ശൂരാണ്, ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്താണ് വീട്. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ എന്റെ ചെറുപ്പം മുതൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. കാരണം അപ്പച്ചൻ നല്ല ഒരു ചിരി കുടിക്കുമായിരുന്നു. പക്ഷെ അപ്പച്ചൻ ഞങ്ങൾ നോക്കുമായിരുന്നു. എന്റെ അപ്പച്ചനെ നോക്കുന്നത് കൊണ്ട് മാത്രം ഞാനടക്കം 4 മക്കളായിരുന്നു. എന്റെ അപ്പച്ചന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ റോട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ചെറുപ്പത്തില് 1992 കാലങ്ങളിൽ അങ്ങനെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞങ്ങൾ കുറെ ദുരിതം അനുഭവിച്ച കാരണം ഈ ദുരിതവും ഒന്നുമല്ല. പറഞ്ഞു വരുവാണെങ്കിൽ ഞാൻ 2014 വരെ ഞാൻ ജോലിക്കായിട്ട് ഞാൻ ജൂബിലി മിഷനിൽ ജോലിക്കായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ആണ് ഈ വിവാഹം നടന്നത്. ഏത് സഭക്കാരാ? ഞങ്ങള് ബെന്തികോസ്. അവര് ബെന്തികോസാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്വഭാവത്തില് ചർച്ച പറഞ്ഞു. അപ്പൊ ഞാന് വിവാഹം കഴിച്ചപ്പോ തന്നെ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ എന്തോരു വൈരുദ്ധ്യം, ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വശപ്പശൊക്കെ വന്നപ്പോ ഞാൻ ഇവരുടെ റിലേറ്റീവുമായി സംസാരിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ അവന് ഒത്തിരി പ്രശ്നം, 8 വയസ്സ് മുതൽ അവൻ ലഹരിക്ക് അടിമയായിരുന്നു. 4 വട്ടം ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് ഞങ്ങളോട് പറയാഞ്ഞിട്ട് ഞങ്ങളെ ചതിച്ചതാ. എന്ത് ചെയ്യാനാ? ഓള് തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇന്നിപ്പൊ ചെയ്തു പോയി പട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വളരെ, ഞാൻ ആളുടെ പെരുമാറ്റത്തിൽ എന്ന് പറയുമ്പോ ആള് ഭാര്യയോട് പെരുമാറുന്ന പോലെയല്ല ആള് പെരുമാറ്റത്തിൽ ഞങ്ങളോട്. അങ്ങനെ ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചു.
ആള് ലൈംഗിക ചൊവ്വയായിട്ട് സംസാരിക്കുക, പിന്നെ മോശമായിട്ട് നമ്മളോട് തന്നെ പെരുമാറുക, നമ്മളെ കൂടെ പെരുമാറാൻ പറഞ്ഞു തരിക. എങ്ങനെ പെരുമാറണം എന്നും ഒരാളോട് എന്താ പറയുക മോശമായിട്ട് പെരുമാറുന്ന വിധം നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ആളോട് ലൈംഗികമായിട്ടുള്ള പരിപാടിയാണ് പറഞ്ഞു തരിക. അപ്പൊ അതിങ്ങനെ പുറത്ത് പറയരുത് എന്നുള്ള ഇതില് സ്ട്രിക്റ്റിലാണ്. വീട്ടുകാരും സപ്പോർട്ടാണ്, കാരണം അമ്മേനെ ഒരുപാട് കഴിഞ്ഞതാണ്. അപ്പൊ ചെയ്ത കാരണം ആൾക്ക് ഒരു പേടി, അവരമ്മയ്ക്ക് ഒരു പേടി ആയതുകൊണ്ട് മകനിൽ ഭയങ്കര ഭയമായിരുന്നു. മകനങ്ങനെ ലഹരി, പലതരം ലഹരി, ചെറിയ ലഹരിയല്ല, വളരെ വില കൂടിയ ലഹരി മാത്രമേ അവരുടെ വീട്ടില് അവരുടെ ഭർത്താവില്ലേ അമ്മയുടെ? അവര് ഭർത്താവ് ജോലിക്കാരനായിട്ട് വാഗമണ്ണം അങ്ങനെ പല സ്ഥലത്തേക്ക് ജോലി സ്ഥലത്ത് പോക്കും. പെങ്ങന്മാരെ ആ ചെറുപ്പത്തിലെ കെട്ടിച്ചു വിട്ട കാരണം പെങ്ങന്മാര് തിരിഞ്ഞു നോക്കത്തില്ല, പുള്ളിക്കാരൻ ഇങ്ങനെ ആയതുകൊണ്ട്. അങ്ങനെ എന്റെ ഞങ്ങള് വളരെ ചെറിയ വീട്ടുകാരാണ്, പാവപ്പെട്ട വീട്ടുകാരായത് കൊണ്ടാണ് എന്നെ കെട്ടിയത്. ഞാനൊരു ഇത്തിരി അറിവ് വെച്ചത് കൊണ്ടും പ്ലസ് ജോബി മെഷീനിലും മറ്റുള്ള സംഭവങ്ങളൊക്കെ ജോലി ചെയ്ത് കൊണ്ടും എനിക്കിതിനെ കുറിച്ച് അറിയാം. ഞാന് പെരുമാറ്റത്തിൽ ഞാൻ വളരെ മാറ്റി നിർത്തി. ഞാൻ പറഞ്ഞു എന്നോട് ഇത് പെരുമാറരുത്. പിന്നെ ഞാനിത് വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹം വളരെ മോശമൊന്നും പുറത്ത് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഭവം. അപ്പൊ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടെങ്കിലും പിന്നീട് ഞാൻ ധൈര്യം സംഭരിച്ചു. അങ്ങനെ ആ ധൈര്യം സംഭരിച്ച് അദ്ദേഹത്തിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ വീട്ടുകാർ സപ്പോർട്ടീവ് ആയ കാരണം പുറമേ ഉള്ള ആരും ഇദ്ദേഹത്തെ കുറിച്ച് മോശം അഭിപ്രായം പറയത്തില്ല. ഇവരെ കുറിച്ച് വീട്ടുകാരെ കുറിച്ച് ചർച്ചക്കാർ പോലും. ഇയാളുടെ ജോലി എന്തായിരുന്നു? ജോലി എന്നോട് പറഞ്ഞത് എന്റെ വീട്ടുകാരോട് AC മെക്കാനിക്കും വലിയ ഗൾഫിൽ വലിയ ജോലിക്കാരനാണ് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. വീട് സ്ഥലമൊക്കെ ഉണ്ട്, 2.5 ഏക്കർ ഭൂമിയുണ്ട്, എല്ലാം നമുക്ക് അവനുള്ളതാ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് എന്റെ വീട്ടുകാരോട് പറഞ്ഞത്. ഞങ്ങളത് മോഹിച്ചിട്ടൊന്നല്ല, ഒരു സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്നുള്ള ധാരണയില് ഞങ്ങള് പോയതാ, എത്തിപ്പെട്ടു. ഇത് ചെയ്യാനോ കുഞ്ഞിനെ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ ആളെന്നോട് മോശമായിട്ട് പെരുമാറി. കാരണം അത് പെൺകുഞ്ഞാണോ ആൺകുട്ടിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിൽ കൊച്ചുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും. പക്ഷെ ശാരീരികമായിട്ടെന്ന് പറഞ്ഞാൽ കുറെ ഉപദ്രവിക്കും, തിളപ്പിച്ച വെള്ളം ഒഴിക്കുക, വയറുമൊളിക്ക് അങ്ങനെയൊക്കെ ചെയ്യും. ബ്ലേഡ് കൊണ്ട് മുറിക്കുക, ബ്ലേഡ് കൊണ്ട് ധാരാളം മുറിക്കും. മുറിവ് കഴിഞ്ഞിട്ട് ആള് നക്കുമ്പോ ഞാൻ ചോദിക്കും എന്തോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അതൊരു രസമാ, ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തേണ്ടത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത്. ബ്ലേഡ് കൊണ്ട് മൊത്തം മുറിക്കും. എന്നിട്ട് അത് ബ്ലഡ് വരുമ്പോ ആളത് സന്തോഷം കൊണ്ട് ആള് മൊത്തം നക്കി തുടക്കും എന്റെ ശരീരത്തില്, ആളെ ശരീരത്തിലല്ല. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ പുറത്ത് പറയാൻ പറ്റില്ല, വീട്ടിൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം അവര് അതിന് മുൻപേ ഞാൻ വീട്ടിൽ നിന്ന് അറിയുന്ന കൊണ്ട് അവര് വീട്ടുകാരോട് പറയും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അവള് ചുമ്മാ പറയുന്നതാന്ന് പറയും. അങ്ങനെ വീട്ടുകാരും വിശ്വസിച്ചിരുന്നില്ല. അവസാനം എന്റെ പ്രസവം ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴും വീട്ടുകാരോട് പറഞ്ഞത് അവൻ നല്ല കുട്ടിയാണ്, നീ അങ്ങോട്ട് പോകുക. ഞാൻ പറഞ്ഞു ഞാന് വീട്ടുകാരറിയാത്തത് കൊണ്ടാണല്ലോ, എന്തായാലും ഞാൻ പോകാം എന്ന് വിചാരിച്ച് ഞാൻ പോയി. ഉള്ള ധൈര്യത്തിന് ഞാൻ പോയി. പക്ഷെ എന്റെ മോളോട് ഉപദ്രവിക്കുന്നത് എനിക്ക് അറിയില്ല. ഈ മോക്ക് എത്ര വയസ്സുള്ളപ്പോൾ ഇയാൾ മോളെ ഉപദ്രവിക്കുന്നത്? 1 മാസം ഉള്ളപ്പോ തുടങ്ങി 3 വയസ്സ് വരെ എന്റെ മോള് ഉപദ്രവിച്ചു. ഇയാളെ കുഞ്ഞിനെ എന്താ ചെയ്യുന്നേ? ആള് രാത്രിയാകുമ്പോ എന്നെ ബോധം പോവാനായിട്ടുള്ള മരുന്നും ഇതൊക്കെ മൂക്ക് ക്ലോറോഫോം എന്തെങ്കിലുമൊക്കെ മൂക്കിലേക്ക് എത്തിക്കും. എന്നെ ബോധം വരുത്തിട്ട് പറ്റും കൊടുത്തു, കയറോ എന്തെങ്കിലും തുണിയോ ഷാളോ അങ്ങനെ കെട്ടിയിട്ട് എന്നെ കരുത്തിയിട്ടിട്ട് കൊച്ചിനെ ഉപദ്രവിച്ചു. അങ്ങനെ 4-5 തവണ കൊച്ചിനെ ഉപദ്രവിച്ചു ശരീരമായിട്ട്. അങ്ങനെ പെട്ടെന്ന് ഒരു 8 മാസമുള്ളപ്പോ കൊച്ചിന് ബ്ലീഡിങ് വന്നു. ഞാൻ കൊച്ചിനെ കൊണ്ട് ഓർമ്മ വന്നപ്പോ ഞാൻ കൊച്ചു കരയുന്ന നോക്കിയപ്പോ മൊത്തം ബ്ലീഡിങ്. ഞാൻ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് ആകെ ഞാൻ അപ്സെറ്റായി. പെട്ടെന്ന് ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ അവിടെ അടുത്തുള്ള വീട്ടിലേക്ക് ഓടിച്ചു വന്നിട്ട് പറഞ്ഞു അങ്ങനെ കൊച്ചിനെ അങ്ങനെ അവർ ഉപദ്രവിച്ചു, ഞാനെന്ത് ചെയ്യും, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചില്ല. എന്നുവെച്ചാൽ ഇവര് വീട്ടുകാർ പറഞ്ഞു അങ്ങനെ എങ്ങനെയൊന്നുമില്ല, അവള് താഴെ എടുത്തിട്ടതാന്ന് പറഞ്ഞു വെച്ചിട്ട് എന്റെ വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ എന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇതിൽ എന്തോ ഒരു ഇതുണ്ട്, കൊച്ച് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞാൻ 2.5 വയസ്സായിട്ട് ഞാൻ പറഞ്ഞു എന്റെ കൊച്ചിനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ അപ്പച്ചനോട് ഞാനെല്ലാം പറഞ്ഞു. അപ്പച്ച ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ച അമ്മയോട് അവരോട് പറയണം, അവർ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല എന്റെ മോളെ, ഞാൻ എന്ത് ചെയ്യാനാ, എന്റെ മോളെ എന്തായാലും എന്തെങ്കിലും ഒരു കെയർ ഹോമോ ഷെൽട്ടർ ഹോമോ എന്തെങ്കിലും നോക്ക് അന്വേഷിക്കുന്നു പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുമ്പോ ഇവര് എന്റെ കൊച്ചിനെ ഉപദ്രവിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു, എന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോ എന്റെ അനിയനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട്, ഞാൻ എന്ത് ചെയ്യും, എന്റെ കൊച്ചിനെ അവൻ ഉപദ്രവിച്ചു പോയി, ഞാൻ മരിക്കുന്നില്ല,
പക്ഷെ അവനെ ഞാൻ കോടതിയിൽ എത്തും, അല്ലാണ്ട് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു. ഇവന്റെ പേരെന്തായിരുന്നു? ബിനു. മരിച്ചു, കഴിഞ്ഞ ഫെബ്രുവരിയിൽ മരിച്ചു. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു? എനിക്ക് ഒരു മോള്. ഇപ്പൊ ആ കുഞ്ഞിന് എത്ര വയസ്സായി? ഇപ്പൊ 10 വയസ്സ്. ഇപ്പം സഹോദരി ഇപ്പൊ എവിടാ ഇപ്പം? ഞാനിപ്പോ എന്റെ വീട്ടില്. എത്ര വയസ്സ് വരെ കുഞ്ഞിനെ ഇവൻ ഈ പന്നൻ ഉപദ്രവിച്ചു? 3 വയസ്സ് വരെ. ഒരു പോക്സോ കേസ് അല്ലേ? ഇത് അറിയിച്ചില്ലെങ്കിൽ അത് കുറ്റകരമാണെന്ന് അറിയില്ലേ? അറിയിച്ചു. അറിയിച്ച പ്രകാരം അവര് എന്നെ ഷെൽട്ടർ ഹോമിൽ കൊണ്ട് നിർത്തി. ഇവന്റെ എതിരെ പോക്സോ കേസ് ഒന്നും എടുത്തില്ലേ? എടുത്തു പോക്സോ കേസൊക്കെ എടുത്തു. അവരെടുത്താലും അവര് അപ്പ പൈസ കൊടുത്ത് വക്കീലന്മാരെ ശരിയാക്കി അവരതൊക്കെ ഒതുക്കി കളഞ്ഞു. ഇവൻ ജയിലിൽ പോയായിരുന്നോ? ജയിലിൽ പോയിട്ട് 2 മാസം ഉള്ളപ്പോ തന്നെ പൈസ കൊടുത്ത് അവരിറക്കി വിരിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എന്റെ കൊച്ചിനെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ദയവ് ചെയ്ത് എന്നെ ചെയ്യുന്ന പോലെ എന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും. മരിക്കൊന്നുമില്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്നു. അപ്പൊ അവര് വഴക്കുണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി. അവര് ഞങ്ങളായിട്ടൊരു ബന്ധമില്ല, ഡൈവേഴ്സ് ആയെന്ന് പറഞ്ഞിട്ട് പേരെഴുതി ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ടത്തില്ല, ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ല, ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ ഷെൽട്ടർ ഹോമിൽ നിൽക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ നിന്നപ്പോ അവരെല്ലാവരും കൂടി ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊച്ചിനെ ചിൽഡ്രൻസ് ഹോമിലാക്കി, എന്നെ വനിതാ ഷെൽട്ടർ ഹോമിൽ മാറ്റി. അങ്ങനെ ഞാൻ ഷെൽട്ടർ ഹോമിലാക്കിയപ്പോ എന്റെ വീട്ടുകാർ പോലും എന്നെ കൈവിട്ട സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കുന്നില്ല, എനിക്കൊരു ഷെൽട്ടർ ഹോം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആ വനിതാ പോയി ചോദിച്ച്, പോയി അറിഞ്ഞ് ഞാൻ ഷെൽട്ടർ ഹോമിൽ കൊണ്ടാക്കി. എന്നെ മോളൊക്കെ നിർത്തി. മാസത്തിൽ 1 തവണ കാണാൻ അനുവാദമുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റുന്നില്ല, എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കൊച്ചിനെ എനിക്ക് കാണണം, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്താ തീരുമാനിക്കലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും വല്ല വീട്ടു പണിക്ക് ഞാൻ പോയിക്കൊണ്ട് മുറ്റടിച്ചോ എന്തെങ്കിലും ഞാൻ ചെയ്ത് ജീവിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുറ്റടിച്ച് ജീവിക്കാന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, ഞാൻ എന്റെ കൊച്ചിനെ ഞാൻ എടുത്ത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ നിയമപ്രകാരം എന്റെ കൊച്ചിനെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് കാര്യങ്ങൾ എന്റെ വീട്ടുകാർ സംസാരിക്കണം, എന്റെ വീട്ടുകാർക്ക് തുറന്ന് പറയണം, എല്ലാ കാര്യങ്ങളും പറയണം എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാരെല്ലാവരായിട്ട് സംസാരിച്ച് അവരെന്നെ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. ഈ നിമിഷം എനിക്കൊരു വീട് കിട്ടണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. സഹോദരി ഇപ്പം സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പം? എന്റെ വീട്ടിൽ കൊച്ചിനൊന്നും തരില്ല. മരിച്ചപ്പോൾ ആള് മരിച്ചു, പക്ഷെ കൊച്ചിന് കടുകുമണിയോളം ഒരു മിഠായിയോ ഒന്നും ഇതുവരെ തന്നിട്ടില്ല. ഇനി തരൂല, തരാൻ പറ്റില്ല. എങ്ങനെ ഇവൻ മരിച്ചത്? എങ്ങനെ മരിച്ചത്? കുടിച്ച് അവൻ എല്ലാം നശിച്ചു, കത്തിപ്പോയി. വയറ് കത്തി, ചെറുകുടൽ കത്തി, വൻകുടൽ കത്തി, നാക്ക് കത്തിപ്പോയി, എല്ലാം കത്തിപ്പോയി. ഞങ്ങൾ കുറെ ട്രീറ്റ്മെന്റ് ഞാനും നടത്തി, പക്ഷെ വീട്ടുകാർ സമ്മതിച്ചില്ല. ഞാൻ കൊല്ലും, നീ എന്നെ മകനെ കൊല്ലും, അതുകൊണ്ട് നിന്റെ കഴിച്ചത് നിർത്തത്തില്ല എന്ന് പറഞ്ഞു അവനെ കൊണ്ടുപോയി. തൊടുപുഴയിൽ ഞാൻ നല്ലൊരു പൈങ്കുളം ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതാ എന്റെ ചെലവില്. പക്ഷെ അവരത് സമ്മതിച്ചില്ല. എന്റെ വീട്ടുകാര് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് കഴിവില്ല. എന്റെ അപ്പച്ചനും വയ്യ, എന്റെ അമ്മയ്ക്കും വയ്യ. അവനാണ് ഈ ജോലിക്ക് പോകുന്നത്. അവനിപ്പോ 2 പിള്ളേരുണ്ട്. അവനവന്റെ കാര്യങ്ങളല്ലേ, അവനവന്റെ ജീവിതമല്ലേ. ഞാൻ ആശ്രയിക്കാതെ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ജീവിക്കാം. പക്ഷെ അതും സമ്മതിച്ചില്ല അവരുടെ വീട്ടുകാർ, പാലക്കാട്ടുള്ള വീട്ടുകാർ. എന്താ ചെയ്യാൻ? ഞാൻ ഒരു തീരുമാനം എടുത്തു, മരിക്കരുത്, എന്റെ മകളെ നന്നായി പഠിപ്പിക്കണം. ഞാൻ ഇപ്പൊ പോസ്റ്റ് ഓഫീസിൽ 5 കുറി കൂടി, അവസാനം 5 കുറി കൂടി ഞാൻ ആ നിമിഷം 2019 ഞാൻ ആ വീടിന്റെ പടിയിറങ്ങി. ഞാൻ പറഞ്ഞു എന്റെ മകളെ ഞാൻ നോക്കിക്കൊണ്ട്, നിങ്ങൾ ആരും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലും ഞാൻ എങ്ങനെ ജീവിക്കും. ഞാൻ പറഞ്ഞു പുറത്ത് പറയാൻ പറ്റാത്ത ജോലിയൊന്നും ഞാൻ ചെയ്യത്തില്ല, അന്തസ്സായിട്ട് ഞാൻ ജോലിക്കും എന്റെ പോകും. രാവിലെ വീട്ടിലോ കൂലിപ്പണിക്കോ എന്തെങ്കിലും ഒരു കക്കൂസ് കണ്ട് കുഴപ്പമില്ല, എന്റെ മോളെ ഞാൻ നോക്കിക്കൊണ്ട്. ഞാൻ ഇപ്പോഴും അങ്ങനെ ഞാൻ വീട്ടുപണിക്ക് പോവാ. ഈ നിമിഷം വരെ, ഇന്ന് വരെ ഞാൻ വീട്ടുപണിക്ക് പോയി വെച്ചിട്ട് എന്റെ മോളെ ഞാൻ നോക്കി. എന്നാൽ കഴിയാതെ എന്റെ വീട്ടിലും കൊടുക്കും, എന്റെ വീട്ടുകാരും സഹായിക്കുന്നു. കാരണം അവർക്ക് അവരുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ വിഷമം അവർ മനസ്സിലാക്കും. സങ്കടം എന്ന് പറയാൻ എനിക്കിനി വീട് കിട്ടണം, അത് മാത്രം എനിക്ക് 5 സെന്റ് ഭൂമി, അത് മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ എന്റെ വീടിനടുത്ത്. കരയാൻ തുടങ്ങാതെ കരയണം, നമ്മൾ കരയരുത്. കരഞ്ഞാ ഭീരുവായി, ഇത്രേ ഉള്ളൂ. നമ്മൾ കരയരുതല്ലോ, കരഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾക്ക് ജയമല്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ടിരിക്കുക പറഞ്ഞല്ലോ. ധൈര്യമായിട്ടിരിക്കുക. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും സഹായം വരും തീർച്ചയായിട്ടും. ഇപ്പം ഈ വീട് വെക്കാനാണെങ്കിൽ ഇപ്പം സ്ഥലമുണ്ടോ, അതോ സ്ഥലം മേടിച്ച് വീട് വെക്കണോ? എന്താ അവസ്ഥ? ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾക്ക് 3 സെന്റേ ഉള്ളൂ. എനിക്ക് ഞങ്ങളുടെ വീട്ടില് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മുൻകൂട്ടി, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. അപ്പൊ ഗവൺമെന്റ് തന്ന സ്ഥലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. എനിക്ക് 2 സെന്റ് ഭൂമി
അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. വീട് വെക്കുന്നതൊക്കെ ഞാൻ എങ്കിലും രക്ഷപ്പെടുത്തുക. സ്ഥലം കിട്ടിയാൽ 2 ശരീരം അത് മതി. കാരണം എന്റെ വീട്ടിൽ എത്ര നാളെ നിൽക്കും. എന്റെ എന്റെ കൊച്ചനെ ആൺകൊച്ചനെ പാവമാണ്. അത് അവൻ എനിക്ക് അവന് സങ്കടപ്പെട്ടു. അവൻ എന്റെ അവസ്ഥ ഓർക്കുമ്പോ കരഞ്ഞ് ഉള്ളിൽ കിടന്ന് കണ്ണുനീരാണ്. എന്നെ പുറത്ത് പറയില്ല. അവന്റെ വിഷമം എന്നോട് പറയത്തില്ല. എന്റെ വിഷമം ഞാൻ ദൈവത്തോട് പറയുന്നു, പ്രാർത്ഥിക്കും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ സാറ്, അത് ഞാൻ പറയാം. ഞാൻ എപ്പോഴും എന്ത് ദുഃഖം വന്നാലും ദൈവത്തിന്റെ പാട്ട്, സ്നേഹമുള്ള ദൈവം നമ്മെ കൈവിടാത്തൊരു ദൈവത്തിന്റെ പാട്ടുകൾ, ദൈവത്തിന്റെ സ്നേഹം, ആര് കൈവിട്ടാലും ദൈവം നമ്മെ കൈവിടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മളെ നടത്തും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. മരിച്ചിട്ടുണ്ട്. ആത്മഹത്യ ഒന്നിന് പരിഹാരമല്ല. കരയണമെന്നുണ്ട്, പക്ഷെ കരഞ്ഞാൽ അത്രമാത്രം ഞാൻ അരിപ്പിച്ചു പോയി. അത്രമാത്രം ബ്ലേഡ് കൊണ്ട് മുറിക്കും. തിളപ്പിച്ച വെള്ളം, എന്റെ മോള് തിളപ്പിച്ച വെള്ളത്തിൽ മുക്കി. ഞാൻ ഓടി ചെന്ന് എന്റെ 8 മാസമുള്ള കുഞ്ഞിനെ എന്ത് ചെയ്യാൻ, അവർ തിളപ്പിച്ച വെള്ളം കൊടുത്ത് കൊച്ചിന് മഞ്ഞയാണ് ഇത് മാറണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് ദുരിതം അനുഭവിച്ചു. എന്റെ കൊച്ചിന്റെ കണ്ണിൽ അവര് തിളപ്പിച്ച വെള്ളം എടുത്ത് ഒഴിച്ച്. ഞാൻ പറഞ്ഞു എന്റെ കൊച്ചിനെ കൊല്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ കുറെ ഞാൻ കഴിഞ്ഞു. കുറെ കടല് കടന്നുപോയി. ആ കടലില് തിരമാല മൊത്തം ഞാൻ തൊഴഞ്ഞ് ഞാൻ അങ്ങനെ അക്കരയിലേക്ക് ഇങ്ങനെ പോണ പോലെ തോന്നിച്ചു. കാരണം അത്രമാത്രം അവരെന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ മാത്രം എന്റെ കുഞ്ഞിനും ഉപദ്രവിച്ചു. അതുകൊണ്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ അവര് അത്രമാത്രം ഉപദ്രവിച്ചു. എന്റെ കുഞ്ഞെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞ് മാനസികമായിട്ട് തളരും. അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്ങനെ ഉപദ്രവിച്ചു എന്ന്, ഏത് വിധത്തിൽ ഉപദ്രവിച്ചു. എന്റെ കുഞ്ഞിനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ജീവിതം തന്നെ താറുമാറും. അതുകൊണ്ട് ഞാൻ ബന്ധുക്കാർ കുറ്റം പറയുന്നില്ല, ചർച്ചക്കാർ കുറ്റം പറയുന്നില്ല. അവരവരെ മാനസിക ഇത് പറയുന്നുള്ളൂ. പക്ഷെ നമ്മളൊരിക്കലും അവരെ മുൻപിൽ താഴെരുത്. ധൈര്യം സംഭവിക്കാം. എനിക്കതേ പറയാനുള്ളൂ. എല്ലാവരോടും അതേ പറയാനുള്ളൂ. ആരോടും, പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, നമുക്ക് നമ്മുടെ മനസ്സിനെ കട്ടി വേണമെങ്കിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുക. അല്ലാതെ ആരുമില്ല. നാം ദൈവത്തോട് പറയാ. ഒറ്റയ്ക്കരുത് ദൈവത്തോട് പറഞ്ഞ കാര്യം. ആരോട് പറയാൻ, എന്റെ വീട്ടിൽ ആരോടും പറയാൻ പറ്റത്തില്ല. എന്റെ സ്വന്തക്കാരോട് പറയാൻ പറ്റില്ല. എന്റെ പള്ളിയിൽ ആരോടും പറയാൻ പറ്റില്ല. പള്ളിയിലെല്ലാവരും ഒറ്റക്കെട്ടാണ്. പക്ഷെ സ്നേഹം അതൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. അത്രേ ഉള്ളൂ. കരയുടെ അവസ്ഥ എനിക്കില്ല. കാരണം അത്രേ ഞാന് എന്താ പറയാ, കട്ടുമടിച്ചിട്ട് അടിക്കും, ഒലക്കൊണ്ട് അടിക്കും, എന്റെ ചടലും അടിക്കും, കാലും അടിക്കും. എന്റെ കാലുകൊണ്ട് എടുക്കാൻ പാടില്ല. തലയും അടിക്കും. എന്റെ കൊച്ചിനെ അടിക്കും. 3 വയസ്സായ കൊച്ചിനെ, എന്റെ മോൾക്ക് ഇപ്പൊ 10 വയസ്സായി. ഞാൻ 3 വയസ്സിൽ അവിടെ ഇറങ്ങി പോന്നതാ. എന്റെ മോളെ ഞാൻ ഇപ്പൊ നോക്കും. ഞാൻ ആ ശൈലി ഇങ്ങനെ കൊച്ചിനെ കൊണ്ടുപോകണ്ടപ്പോ ഞാൻ ഇന്നലെ രാത്രി എന്റെ മോളുടെ കാലും കൈയൊക്കെ ഞാൻ പതുക്കൊന്ന് തടവി കൊടുത്തപ്പോ അയ്യോ കുഞ്ഞ് കാലും പിടിച്ച വേദന. എന്തിനാണിത്? എന്തിനാണ് കുഞ്ഞിനെ ഒരിക്കലും നമ്മുടെ സങ്കടം, എത്ര സങ്കടം, നമ്മുടെ മക്കളെ ഉപദ്രവിക്കരുത്, നമ്മുടെ മക്കളെ കൊല്ലരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എത്ര ദുഃഖം വന്നാലും നമ്മൾ നമ്മുടെ ദൈവത്തെ കൈവിടരുത്. സങ്കടം കൊണ്ട് മാത്രമേ, സന്തോഷം കൊണ്ട് ഞാൻ കരയുന്നു. എന്റെ മകൾ എത്ര ഭാഗ്യവതിയാന്ന് നോക്ക്. ഞാൻ ആ നിമിഷം ഞാൻ ട്രെയിനിന്റെ മുന്നിലൊക്കെ നോക്കിയത്, പക്ഷെ ദൈവം രക്ഷിച്ചു. സൂസൈഡ് ചെയ്യാൻ നോക്കി, രക്ഷിച്ചു. എന്റെ ദൈവമാണ് എന്നെ രക്ഷിച്ചത്. എന്റെ കുഞ്ഞിന് ഞാൻ ഒരു ഷാളെടുത്ത് മുറുക്കി. പെട്ടെന്ന് എന്റെ മോളൊരു ചോദ്യം ചോദിച്ചു, അമ്മ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് ആരുണ്ട്? അമ്മ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരുണ്ട്? ആ ചോദ്യം ആ സാറൊന്ന് എല്ലാവരുമായിട്ടൊന്ന് പങ്കിടുന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ആരുണ്ട്? നമ്മുടെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരുണ്ട്? ആ ഒരൊറ്റ ചോദ്യം മതി നമ്മൾ ജീവിക്കാൻ. ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഇപ്പം നമ്മുടെ എല്ലാ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം തമ്പുരാൻ കാണും എന്ന ആ വിശ്വാസത്തില് ജീവിച്ച് കാണിക്കുക. നമുക്കുള്ള കച്ചിത്തുരുമ്പ് എവിടുന്നെങ്കിലും ഉണ്ടാവും. വളരെ സന്തോഷമുണ്ട്. കാരണം സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് സാറിനോട് എനിക്ക് ധൈര്യമുണ്ട്. 4 പേരോട് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. കാരണം അത്രമാത്രം എന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു പോയി. എന്നെക്കാളും ഉപരിയായിട്ട് കുഞ്ഞിനെയാണ് ഉപദ്രവിച്ചത്. ഞാൻ എങ്ങനെ പറയുമ്പോൾ എനിക്ക് അറിയത്തില്ല. എല്ലാം പറയാനും പറ്റത്തില്ല. അത്ര ഞാൻ അതിന്റെ അകത്ത് കിടന്ന് അനുഭവിച്ച അനുഭവം. പട്ടീനെ വളർത്തുന്നുണ്ട്. അവർ പട്ടിക്ക് കൊടുക്കുന്ന ചോറ്, പട്ടീനെ വളർത്തുന്നുണ്ട്. ഇതൊക്കെ കൂടി കൊടുത്തിട്ട് പട്ടീനകത്ത് കയറ്റി. ഞാൻ പറഞ്ഞു എന്റെ കൊച്ചിനെ കൊല്ലരുത് എന്ന് പറഞ്ഞു. അവസാനം പട്ടീനെ കൊണ്ട് നടത്തിയിട്ട് പട്ടി എന്താ പറയാ, ആ പട്ടിക്ക് കൊടുക്കുന്ന അപ്പി പോലും എന്റെ കൊച്ചിന്റെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ട് പറയും തീറ്റടി. ഞാൻ എന്റെ ബോധം കെടുത്തി കൊച്ചിനോട് പറയും മേലൊക്കെ തേപ്പിക്കും. ഞാന് പ്രാർത്ഥനക്കാരാണ് പോലും. എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു.
പോട്ടെ സാധിച്ച. പക്ഷെ ഞാൻ മരിക്കില്ല പറഞ്ഞാ ഞാൻ മരിക്കില്ല. സത്യമാണ്. എന്റെ ദൈവം എന്നെ നടത്തും. ആര് കൈവിട്ടാലും ദൈവം എന്നെ നടത്തും. എന്റെ സ്വന്തം എന്റെ മകള് കൈവിട്ടോട്ടെ എന്നാലും കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതാ. എന്റെ മകളെ ഞാൻ കൈവിട്ടാലും എന്റെ ദൈവം നടത്തും. ഞാൻ എന്റെ മകളെ കൈവിട്ടാലും ദൈവം നടത്തും. നമ്മൾ മരിക്കാൻ മക്കൾക്ക് ആരുണ്ട്? മക്കൾ മരിച്ചാൽ നമുക്ക് ആരുണ്ട്? നമ്മൾ ജീവിച്ചാൽ എന്തർത്ഥമുള്ളൂ? കാരണം ഇനി ഒരാൾ മരിക്കരുത്. ഇനി ഒരു പെൺകൊച്ചുങ്ങളെയും കൊണ്ട് മരിക്കരുത്. 15 വയസ്സായി കുട്ടി പ്രായത്തിന്റെ അല്ല, ആ കുട്ടികൾക്ക് ഭാവിയുണ്ട്. മരിക്കരുത്. ഇനി ഒരാൾ മരിക്കരുത്. ജോലിക്ക് ഞാൻ റെസ്റ്റോറന്റിൽ പാത്രം കഴുകാനും അവിടുത്തെ എന്താ പറയാ വേസ്റ്റ് ചാല് കഴുകാനും വരെ പോയിട്ടുണ്ട്. വേസ്റ്റ് ചാല് കഴുകിയ 50 രൂപ കിട്ടും. 1 മണിക്കൂറിന് വെച്ചാൽ 50 രൂപ തരും അവര്. വേസ്റ്റ് ചാല് കഴുകണം. അതായിരുന്നു എനിക്ക് ആദ്യത്തെ പണി. അത് കഴുകാൻ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ മക്കളെ നോക്കണ്ടേ? താഴെ നമ്മുടെ ജീവിതത്തെ താഴെ മത്സരിക്കുക. നമ്മൾ എത്ര ഉയർന്നാലും താഴ്ന്ന ജോലി ചെയ്യുക. ദൈവം നമ്മൾ ഉയർത്തും. ഒരു മലയ്ക്ക് എന്തോരം കയറ്റുണ്ട് അത്ര അനുസരിച്ച് ഇറക്കൂലേ? ഞാൻ അങ്ങനത്തെ വിശ്വാസമുള്ള ആളാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.